എനിക്കറിയാം. ഒരു പ്രൊഫഷണലിസം ഞാനിവിടെ കാണുന്നുണ്ട്. ലോകത്തെ മാറ്റിമറിച്ച ആ അത്ഭുതകരമായ ആദ്യത്തെ ക്രിസ്മസ് ദിനത്തിന്റെ ഉത്ഭവത്തിന്റെ കഥ ഇതാ നിങ്ങൾക്ക് മുൻപിൽ. ആഗസ്റ്റ് സീസറിന്റെ ഭരണവർഷം ഹെറോദസ് എന്ന രാജാവിന്റെ ഭരണകാലത്ത് യൂദായിലെ ബെത്ലഹേമിലാണ് ഉണ്ണീശു ജനിക്കുന്നത്. ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സമയം ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: മറിയമേ, നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ദൈവപുത്രനായ ആ കുഞ്ഞിന് ഈശോ എന്ന് പേരിടണം. എന്നും ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ച അമ്മ പറഞ്ഞു, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. റോമൻ ചക്രവർത്തിയായ ജൂലിയസ് സീസറിന്റെ വിളംബരം. ജനസംഖ്യാ കണക്കെടുപ്പിനായി എല്ലാവരും അവരവരുടെ ജന്മസ്ഥലത്തേക്ക് തിരിച്ചു പോകണം. ഇത് റോമാ ചക്രവർത്തിയുടെ വിളംബരം. ഇത് റോമാ ചക്രവർത്തിയുടെ വിളംബരം. ഈ വിളംബരത്തിന് പിന്നാലെ മറിയവും ജോസഫും ബെത്ലഹേമിലേക്ക് യാത്രയായി. ആ യാത്രക്കിടയിൽ മറിയത്തിന് പ്രസവ സമയമായി. അവർ പലയിടങ്ങളിൽ സ്ഥലം അന്വേഷിച്ചു. അവസാനം അവർ ഒരു പുൽത്തൊഴുത്തിലെത്തി. മറിയം കുഞ്ഞിന് ജന്മം നൽകി. ആ പുൽത്തൊഴുത്തിൽ വെച്ച് മറിയം ദൈവപുത്രന് ജന്മം നൽകി. വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു.
സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു: സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു. ദേശത്തു നിന്ന് വന്ന 3 രാജാക്കന്മാർ അവരും ഉണ്ണിയെ തേടി ജെറുസലേമിലെത്തി. കിഴക്ക് അവർ കണ്ട നക്ഷത്രം അവർക്ക് വഴി കാട്ടി നീങ്ങിക്കൊണ്ടിരുന്നു. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂമി വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. മരുഭൂമിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. നല്ല മനസ്സുള്ളവരിലാണ് യേശു വരുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം.
slain.